ഹലോ ഗൂസ്, അപ്പോൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ലോങ് ഗോൾഫിൽ ചെന്നിട്ട് നമ്മൾ ഒരു നോ പ്രാങ്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഡൗൺലായി. നമുക്കൊരു ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഒന്നും എടുക്കാം പ്ലീസ്. നമുക്ക് നോക്കാം ചെറുക്കൻ നമ്പർ എടുത്ത്. ഗേസ് ഞാൻ അറിയാതെ അണങ്ങിപ്പോയി. നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഗേസ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വോയിങ് കൊടുക്കാം. ഒരു പാമ്പ് പിടിച്ചാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ഫുൾ വെട്ടി കൊടുക്കണം ഗേസ്. നമുക്ക് നല്ലൊരു പ്രാങ്ക് ചെയ്യും. നമുക്കിപ്പോൾ ഒരു കളി കളിക്കാം. ഈ അപ്ഡേറ്റിന് ശേഷം ആർക്കൊക്കെ കളിക്കാൻ പറ്റുന്നില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യുമായിരുന്നു. വർക്കാവുന്നില്ല ഗീസ്. നമ്മളിപ്പോൾ വേറെ കളിയും. ഒന്നാമത്തെ കാര്യം ഗീസ് സെൻസി കൊള്ളത്തില്ല. സെൻസിയോ ഗീസ് അതാണ് കയറാവുന്നത്. എടുത്തിട്ട് അങ്ങ് ഇറങ്ങിക്കൊടുക്കും. ആർക്കെങ്കിലും റൂമൊക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ യുഐഡി പിൻ ചെയ്തിട്ടാൽ മതി. ബോക്സിൽ യുഐഡി ഇട്ടാൽ മതി. എന്നെ ചെറുക്ക ഓപ്പൺ ആയി. അവനത് കറക്റ്റ് കുത്തി ഗീസ്. ചലഞ്ച് ചെയ്യാം ഗീസ്, ചലഞ്ച് ചെയ്യും. ഡെസേർട്ടിൽ ഞാൻ വേറും ബുള്ളറ്റ് എല്ലാം നമുക്ക് കളയാം. മെഡിക്കറ്റ് കളയുക എല്ലാം നമുക്ക്. നമ്മൾ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കും. നമ്മുടെ 2 ബുള്ളറ്റ് അവന് വണ്ട പിടിച്ചിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. നമ്മൾ അവസരം കിട്ടിയാൽ മാത്രമേ അടിക്കാൻ നോക്കുന്നുള്ളൂ. ഇതുവരെ നമ്മളിങ്ങനെ അടിക്കരുത്. നാണക്കേടാണ്. പണ്ടത്തെ അത്രയും കോൺഫിഡൻസ് ഒന്നുമില്ല. നോ പോയതുകൊണ്ട് അടിക്കാനേ പറ്റും. നമുക്ക് നല്ല പ്ലേയേഴ്സ് വരണം. ഇപ്പൊ ഗെയ്സ് ലോങ് ഗോൾഫിലൊക്കെ ഈ നമ്മുടെ കൊച്ചിയുള്ള അങ്ങനത്തെ ആൾക്കാരൊക്കെ കളിക്കാൻ മെയിനായിട്ട് മടുക്കുന്ന. ഒരു സമയത്ത് വീട്ടിൽ ഫുള്ള് പൈസ റീചാർജ് ചെയ്ത് എന്ന് പറഞ്ഞാൽ മതി.
ക്ലാസ് പത്തോടാ അടിച്ച് ഞാൻ അങ്ങനെ ടോപ്പ് ചെയ്യാത്ത ആളാണ്. പക്ഷേ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അത്യാവശ്യം ചെയ്യുമായിരുന്നു. എന്താ കാര്യം? യെസ്, അടുത്ത ചലഞ്ച് 45 ഉള്ളൂ, എല്ലാം കളയാൻ. ഞാൻ ഇങ്ങനെ കളഞ്ഞു, ഇത്രയും ധൈര്യമായിട്ട് കളഞ്ഞതെന്ന് 4. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് അടുത്ത കളി നല്ലൊരു പ്ലെയറിനെ നമുക്ക് ഇല്ലാത്ത അടുത്ത കളി തൊട്ട് നല്ല പ്ലെയറിനെ കിട്ടുന്നവരെ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഗീസ് ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ നാളെ തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് പറഞ്ഞു. അതായത് നിങ്ങൾ ആദ്യം ഇതൊക്കെ ശ്രദ്ധിക്കും. ഞാൻ മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ ട്രിക്ക് പറഞ്ഞിട്ടില്ല. ഈ ബണ്ടിൽ ഒറ്റ സ്പിന്നി കിട്ടാനൊരു ചാൻസ് ഉണ്ട്. അതായത് 20 ഡയമണ്ട് ഇത് മെയിൻ അക്കൗണ്ടിലായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒറ്റ സ്പിന്നിൽ ഇത് കിട്ടാനും ചാൻസ് ഉണ്ട്, ഇത് കിട്ടാനും ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത് ഗേസ് ഇതും അടിക്കുന്നവരുണ്ട്, ഇതും അടിക്കുന്നവരുണ്ട്. പക്ഷെ ഇതും അടിക്കുന്നവർ കാണാറില്ല. ഇത്രയും ദിവസം ഞാനിപ്പോൾ 3 പേർക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. ഈ കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ കസ്റ്റമൈസ്ഡ് ബേസിക്കിനേക്കാളും നല്ലത് കസ്റ്റമൈസ്ഡ് തന്നെയാണ് ഗേസ്, അത് വേറെ കാര്യം. ബേസിക്കിലാണെങ്കിൽ എന്തൊക്കെയോ ഒരു പക്ഷെ കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ പെശകില്ല. അപ്പം ഞാനിത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമുക്കൊരു പെറ്റുണ്ട്, റീസെറ്റിൻ്റെ അകത്തൊരു പെറ്റുണ്ട്. നമ്മൾ ലെക്ക് കൂട്ടുന്ന ഒരു പെറ്റാണ് ഈ പെറ്റ്. പേരൊന്നും നോക്കണ്ട, നമ്മുടെ പെറ്റ്. ഈ പെറ്റിന് ഇട്ടുക, ഈ പെറ്റിന് ഇട്ടിട്ട് നിങ്ങൾ എന്ത് സ്പിൻ ചെയ്താലും ഓവർ ചാൻസ് ആണ് ലെഗ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾക്കപ്പോൾ ഇപ്പം ഞാനെന്നാ ടോപ്പ് ചെയ്തിട്ടില്ല, അപ്പം ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ ഇതെങ്ങനെ ലെഗ് വർക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ, മാക്സിമം നിങ്ങളെ ക്യാരക്ടർ യൂസ് ചെയ്യുക. മെയിൻലി എപ്പോഴും നമ്മൾ ക്യാരക്ടർ എപ്പോഴും നമ്മൾ ഏതിലിടണ്ടേന്നറിയോ? ക്യാരക്ടർ എപ്പോഴും നമ്മൾ ആദ്യത്തെ ഇട്ടിട്ട് വേണം. ഈ ക്യാരക്ടർ ഇട്ടാലേ നമുക്ക് കളിക്കാൻ പറ്റും. മാക്സിമം നമുക്ക് ലെക്ക് അടിക്കുന്നവർക്ക് ആവണ്ടേ, ലെക്കില്ല ഡയമണ്ട് ഉള്ളവർക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമേ ഇല്ല. എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ വരെ പക്ഷെ ഇല്ലാത്ത ഒരു 300 ഡ്രോപ്പ് എടുത്തിട്ട് ചെയ്യുന്നവർക്കേ ഇതും അറിയത്തുള്ളൂ. അപ്പം നമുക്ക് ഒറ്റ സ്പിന്നിലൊക്കെ എടുക്കാൻ പറ്റും. ഞാനത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ലൈക്ക് കാണുന്ന ഒറ്റ ഒരാൾ ഒരു ലൈക്ക് ചെയ്താൽ മതി, ഞാൻ ഈ ട്രിക്ക് പറഞ്ഞുതരും. ഒരു ലൈക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ട്രിക്ക് പറഞ്ഞു തരും. ലൈവ് പ്രൂഫായിട്ട് ലൈവ് ഇട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ സീക്രട്ട് പറഞ്ഞു തരും. ഓക്കെ ഗേസ്, അപ്പോൾ ഞാൻ BSK സ്പീഡ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.